കുറച്ച് ആക്ഷനും വേണം, എന്നാൽ കുറച്ച് റിയലിസ്റ്റിക്കുമായിരിക്കണം എന്ന് വിചാരിച്ച് എടുത്ത് കണ്ട മൂവിയാണ് ടെഹ്റാൻ. സോ ഇതിലെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ മാഡോക്ക് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മാഡോക്കിന്റെ ഈ ഇടയ്ക്കുള്ള ട്രാക്ക് റെക്കോർഡും ഒക്കെ ആണെങ്കിൽ അവരങ്ങനെ ഇങ്ങനെ ചുമ്മുള്ള സിനിമയൊന്നും ചെയ്യത്തില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. യൂഷ്വലി സ്പൈ മൂവീസ് വരുമ്പോഴത്തേക്കും ഇന്ത്യ പാകിസ്ഥാൻ വാർ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ആക്ഷൻ ബഹളം അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ടെഹ്റാനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ് വരുന്നത്. സോ ബേസിക് സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ വെച്ചൊരു ഇസ്രായേലി ഡിപ്ലോമാറ്റിനെ ടാർഗറ്റ് ചെയ്ത് ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയിലുള്ള ഒരു പെൺകുട്ടി മരിക്കുന്നു. സോ ജോൺ അബ്രഹാമും ടീമും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ടെഹ്റാനിൽ പോകുന്നു. ആൻഡ് തുടർന്ന് നടക്കുന്ന സംഭവമാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. ഈ സിനിമ 2 മണിക്കൂറിനകത്ത് തന്നെ ഫുൾ കഥ കാണിച്ച് തീർക്കുന്നുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. ജോൺ അബ്രഹാം എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഇതിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സിനിമയിൽ ഈ പറയുന്ന ഹൈ മൊമെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കില്ല. ഓവറോൾ 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഈ സീരീസ് ZEE5 അവൈലബിൾ ആണ്. പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ.